നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 193 193. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വത്യേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീരംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണീ സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 1-ാം അധ്യായം ശ്ലോകം 10 ആണ് പറയേണ്ടതെന്ന്. യതോ ബഹൂതോ ഭവനം പ്രവിഷ്ടോ മന്ത്രായ പൃഷ്ട കില പൂർവജേന അതാഹതം മന്ത്രദൃശാം വരീയാൻ യന്മന്ത്രിണോ വൈദുരികം വദന്തി. യതോ ഉപഹൂതോ ഭവനം പ്രവിഷ്ടോ മന്ത്രായ പൃഷ്ട കില പൂർവജേന അതാഹതം മന്ത്രദൃശാം വരീയാൻ യന്മന്ത്രിണോ വൈദുരികം വദന്തി. ഇതാണ് ശ്ലോകം. ഇനി ഇതിൻ്റെ വാക്കുകൾ പറയണില്ല, അതിൻ്റെ അർത്ഥം അങ്ങനെ പറഞ്ഞാലേ ചിലവർക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അവിടെ ജ്യേഷ്ഠനാൽ വിളിക്കപ്പെട്ടവനും ഗൃഹത്തെ പ്രവേശിച്ചവനും മന്ത്രത്തിനായിക്കൊണ്ട് പൃച്ഛിക്കപ്പെട്ടവനുമായ മന്ത്രദൃക്കുകളിൽ വച്ച് അതിശ്രേഷ്ഠൻ അനന്തരം അവനോട് പറഞ്ഞു, യാതൊന്നിനെ മന്ത്രം അറിയുന്നവർ വിതുരനിൽ നിന്നുണ്ടായതെന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാവില്ല. ഇന്നെ ഭാവാർത്ഥം പറയാം. ഭാവാർത്ഥം പറയുമ്പോൾ ജ്യേഷ്ഠനായ ധൃതരാഷ്ട്രനാൽ മന്ത്രാലോചന ചെയ്യുവാൻ വേണ്ടി വിളിക്കപ്പെട്ടതിനാൽ ഗൃഹത്തെ പ്രവേശിച്ചവനും മന്ത്രാലോചനയ്ക്ക് യോഗ്യന്മാരായവരിൽ വെച്ച് അധികം യോഗ്യനുമായ വിതുരൻ, അതായത് മന്ത്രി സത്തമനാണ്, മന്ത്രിമാരിൽ അഗ്രഗണ്യൻ. അദ്ദേഹം ശൂദ്രജാതിയിൽ പറക്കക്കാരനും രാജാധികാരവും ഇല്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ യോഗ്യനുമായ വിതുരർ ജ്യേഷ്ഠനോട് പറഞ്ഞതായ യാതൊന്നിനെ ഇന്നും വിദ്വാൻമാർ വിതുരനീതിവാക്യം എന്നുകൊണ്ട് കൊണ്ടാടുന്നുവോ? അതായത് ധൃതരാഷ്ട്രയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ അനിയനായ പാണ്ഡു മഹാരാജാവിൻ്റെ പുത്രന്മാരായിരിക്കുന്ന പാണ്ഡവന്മാർക്ക് നീതിപൂർവം കൊടുക്കേണ്ടതായ രാജഭാരം കൊടുത്തിട്ടില്ലെന്ന് മാത്രമല്ല, കള്ളച്ചൂതിൽ അവരെ തോൽപ്പിച്ച് 12 വർഷം വനവാസവും 1 വർഷം പ്രച്ഛന്ന വേഷധാരികളായിട്ടും ഇരിക്കണം എന്നൊക്കെ പറഞ്ഞ് അവരെ വേദനിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് തിരിച്ചു വന്നപ്പോൾ കൊടുത്തില്ല. കിട്ടണ പാട് നോക്കിക്കോളൂന്ന് പറഞ്ഞു. ഭഗവാൻ ദൂത് പറഞ്ഞു, എന്നിട്ടും കേട്ടില്ല. അപ്പോൾ തൻ്റെ ജ്യേഷ്ഠനായിരിക്കുന്ന ധൃതരാഷ്ട്രക്ക് നീതിവാക്യം ചൊല്ലിക്കൊടുത്തു. എന്താണ് ധർമ്മം? അങ്ങ് ചെയ്യുന്നത് അധർമ്മമാണ്. അധർമ്മം നിങ്ങളെ രക്ഷിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ ധർമ്മം ചെയ്യിൻ എന്ന് ഉള്ള ഉപദേശത്തിനാണ് വിതുരരുടെ നീതിവാക്യം എന്ന് പറയും. വിതുരോപദേശം എന്നൊക്കെ പറയും. മനുസ്മൃതി എന്തുണ്ടോ അതിനേക്കാൾ വലുതാണ് വിതുരനീതി. മനസ്സിലായില്ലേ? അപ്പോൾ പിന്നെ എന്താ അടുത്ത ശ്ലോകം 11. അജാതശത്രോ പ്രതിയശ്ചദായം തിദിക്ഷയോ ദുർവിഷഹം തവാഗ സഹാനുജോ യത്ര വൃഗോദരാഹി സ്വസൻരുഷായത്വം യത്ത് ത്വം അലം ബിബേഷി. ആ വാക്ക് കുറച്ച് ശ്രദ്ധിച്ച് വായിക്കണം. അവസാനത്തത് അജാതശത്രോ പ്രതിയശ്ചദായം തിദിക്ഷതോ ദുർവിഷഹം തവാഗഃ സഹാനുജോ യത്ര വൃഗോദരാഹി സ്വസൻരുഷാ യത്വം അലം ബിബേഷി.
അപ്പോൾ പറഞ്ഞു, സഹിപ്പാൻ പ്രയാസമായ അങ്ങ് ചെയ്ത അപരാധത്തെ സഹിച്ചിരിക്കുന്ന ധർമ്മപുത്രർക്ക് അവകാശപ്പെട്ട ഭാഗത്തെ മടക്കിക്കൊടുത്താലും യാതൊരുവനിൽ ദേശത്തോടുകൂടെ ദീർഘശ്വാസം വിട്ടുകൊണ്ടിരിക്കുന്ന അനുജന്മാരോടുകൂടിയ ഭീമസേന സർപ്പം നിങ്ങളെ വിഴുങ്ങും. അല്ലെങ്കിൽ ഈ ഭീമസേന സർപ്പം ഇരിക്കുന്നു, യാതൊന്നിനെ അങ്ങ് ഏറ്റവും ഭയപ്പെടുന്നു. അങ്ങക്ക് ഉള്ളിൽ ഭയമുണ്ട് ഭീമസേനനെ, പക്ഷേ ഭയപ്പെട്ട് ഇരിക്കണേക്കാളും നല്ലത് അവർക്ക് അർഹമായിട്ടുള്ളത് കൊടുത്തിട്ട് സന്തോഷമായിട്ടിരിക്കുക. അത് അങ്ങക്ക് സാധിച്ചില്ലെങ്കിൽ അങ്ങ് അഗാധ നരകത്തിൽ പോയി വീഴും തന്നെ പറഞ്ഞത്. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയാം. അപ്പോൾ വിതുരർ പറഞ്ഞ നീതിവാക്യത്തെ ചുരുക്കി കാണിക്കുന്നു. കാരണം ഇപ്പോൾ സബ്ജക്റ്റ് ഇവിടെ ഭാഗവത അല്ലേ, അതുകൊണ്ട് അങ്ങ് ചെയ്ത സഹിപ്പാൻ കഴിയാത്തതായ അപരാധത്തെ, ധൃതരാഷ്ട്ര മഹാരാജാവേ, അങ്ങ് ചെയ്ത തെറ്റ് പൊറുക്കാൻ പറ്റില്ല. ഞാൻ എത്രയോ പറഞ്ഞു മനസ്സിലാക്കി, പക്ഷെ അങ്ങ് കേട്ടില്ല. അപരാധത്തെ സഹിച്ചുകൊണ്ടിരിക്കുന്ന ധർമ്മപുത്രർക്ക് ഭാഗം കൊടുക്കുക. അങ്ങ് ആ അപരാധം ചെയ്ത സമയത്തിൽ അനുജന്മാരോടുകൂടിയ ഭീമസേനനാകുന്ന സർപ്പം ദീർഘശ്വാസം വിട്ടുകൊണ്ട് കോപത്തോടെ ഇരിക്കുന്നല്ലയോ? അതിൻ്റെ മുമ്പിൽ നിങ്ങൾ ആരുമല്ലാന്നാ, ഭീമസേനനാകുന്ന അഹിയുടെ മുമ്പിൽ. ആ ഭീമസേനനിൽ നിന്ന് അങ്ങയ്ക്ക് മഹത്തായ ഭയം ജനിക്കും. ഒരാൾ പറഞ്ഞാൽ സംഭവിക്കും. പ്രത്യേകിച്ച് ധർമ്മത്തിൻ്റെ പ്രതിപുരുഷനായിരിക്കുന്ന വിതുരർ പറഞ്ഞാൽ പിന്നെ പറയും വേണ്ട. 12ാമത്തെ ശ്ലോകം. പാർത്താം സ്തുദേവോ ഭഗവാൻ മുകുന്ദോ ഗൃഹീതവാൻ സക്ഷിതി ദേവദേവ ആസ്തേ സ്വപുര്യാം യദുദേവദേവോ വിനിർജിതാശേഷനൃദേവദേവാം. പാർത്താം സ്തുദേവോ ഭഗവാൻ മുകുന്ദോ ഗൃഹീതവാൻ സംക്ഷിതി ദേവദേവാം ആസ്തേ സ്വപുര്യാം യദുദേവദേവോ വിനിർജിതാശേഷനൃദേവദേവ. ഇതാണ് ശ്ലോകം. അപ്പോൾ ഈ ശ്ലോകത്തിൻ്റെ വാക്കുകളുടെ അർത്ഥം മാത്രമേ ഇവിടെ വാക്കാർത്ഥമായിട്ട് പറയുന്നുള്ളൂ. എങ്ങനെയത്? ബ്രാഹ്മണരോടും ദേവന്മാരോടും കൂടിയവനും യദുശ്രേഷ്ഠന്മാരിൽ വിശേഷിച്ച് വിളങ്ങുന്നവനും ഏറ്റവും ജയിക്കപ്പെട്ട സകല മണ്ഡലേശ്വരന്മാരുടെ അധിപനും മുക്തിയെ ദാനം ചെയ്യുന്നവനും ജ്ഞാനാദിപൂർണനുമായ ദേവൻ കുന്തിപുത്രന്മാരെ സ്വീകരിച്ചിട്ട് തൻ്റെ പുരിയിൽ ഇരിക്കുന്നു. എന്തു തന്നെ വന്നാലും കൃഷ്ണൻ ധർമ്മത്തിൻ്റെ പക്ഷത്താ, അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ പാണ്ഡവന്മാരുടെ ഒപ്പമാണ്. അത് ഓർമ്മ വേണം. നിങ്ങളുടെ മക്കളുടെ പൊടി കാണില്ല. അതിൻ്റെ ഭാവാർത്ഥം ഗഹനായിട്ട് പറയാം, കേൾക്കുക. ധർമ്മപുത്രാദികൾ ബലവത്തായ സഹായം ഇല്ലെന്ന് ധരിക്കണ്ട. അവരിപ്പം ഉണ്ടാണ്ടിരിക്കുന്നത് കൃഷ്ണനെ പേടിച്ചിട്ടാ. കാരണം ധർമ്മം ധർമ്മം ചേരാ, ചൊല്ലിക്കോട് തള്ളിക്കോട്. അപ്പം അതിനു വേണ്ടിയിട്ട് അവർ കാക്കണമെന്ന് മാത്രം. സഹായഭൂതനായ ഒരുവനെ കൊണ്ട് ത്രൈലോക്യത്തെയും അവർക്ക് ജയിപ്പാൻ കഴിയും. സാധാരണക്കാരനായ ഒരാളല്ല അവരുടെ മിത്രം. ഇവിടെ ശ്രീകൃഷ്ണനാണ്. ത്രൈലോക്യങ്ങളെ ജയിക്കാൻ സാധിക്കും. എന്നിട്ട് വേണ്ട ഇപ്പം നിങ്ങൾ ഈ അസ്ഥിരപുരത്തിൽ. പിന്നെ നിങ്ങളെ ജയിപ്പാൻ അവർക്ക് പ്രയാസമോ എന്ന സംഗതിയെ സൂചിപ്പിച്ചുകൊണ്ട് വിതുരർ ധൃതരാഷ്ട്രരോട് പറയുന്നു, സംസാരക്ലേശത്തെ മൂലത്തോടെ നശിപ്പിച്ച് മുക്തിയെ നൽകുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ കുന്തി നന്ദനന്മാരെ സ്വകീയന്മാരെന്ന നിലയിൽ, സ്വന്തം ജനങ്ങളാണെന്ന നിലയിൽ സ്വീകരിച്ചിട്ടുണ്ട്. ആ ഭഗവാനോടുകൂടെ ഭൂമിദേവന്മാരായ ബ്രാഹ്മണരും, നിങ്ങൾക്ക് ബ്രാഹ്മണരുടെ അനുഗ്രഹമില്ല, നേരെ മറിച്ച് പാണ്ഡവന്മാരുടെ സ്ഥിതിയല്ല, അങ്ങനെയല്ല. ബ്രാഹ്മണരുടെ ഗുഡ് ബുക്സിലുള്ളതാണ് അവർ. അതുകൊണ്ട് ഇന്ദ്രാദിദേവന്മാരും യദുപ്രവീരന്മാരും ഭൂലോകത്തിൽ ഇന്നുള്ള മണ്ഡലേശ്വരന്മാരെല്ലാവരും യോജിച്ച് തന്നെ ഇരിക്കുന്നു. ആരുടെ പിന്നിൽ?
പാണ്ഡവന്മാരുടെ പിന്നിൽ. ഈ അപ്പോൾ പറഞ്ഞു ആ ഭഗവാനാകട്ടെ ദൂരെ എങ്ങുമല്ല, ദ്വാരകയിൽ തന്നെ. ഈ ശരീരത്തിന് ദ്വാരക എന്നൊരു പേരുണ്ട്. എന്താ അങ്ങനെ ദ്വാരമുള്ളത്? നവദ്വാരങ്ങളുള്ള ദ്വാരക ശരീരമാണ്. അതിൽ ശ്രീകൃഷ്ണൻ ഇരിക്കണു. നവദ്വാരപുരാധീശ എന്ന് പ്രമാണം. അപ്പോൾ ഞാൻ കറുത്തവനാണ്, ഞാൻ വെളുത്തവനാണ്, ഞാൻ ഭട്ടതിരിയല്ല, ഞാൻ ചണ്ടാളനാണെന്ന് വിചാരിക്കരുത്. ഞാൻ ബ്രഹ്മസ്വരൂപനായിരിക്കുന്ന ചൈതന്യം വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഞാൻ ബ്രഹ്മസ്വരൂപിയാണ്, അഹം ബ്രഹ്മാസ്മിയാണ് എന്ന് തന്നെ പറയാൻ ധൈര്യം കാണിക്കണം. അപ്പം പിന്നെ പോയി ക്യൂ പോയി നിൽക്കേണ്ട ആവശ്യമില്ല ആരും കാണാൻ. എല്ലാവരിലും വർത്തിക്കുന്ന ചൈതന്യം ഒന്നാണെന്ന് കൂടി മനസ്സിലാക്കിയാൽ കാര്യം വളരെ ഗംഭീരവും. അപ്പോൾ പറഞ്ഞു പിന്നെ പരമപുരുഷനെ അപ്പോൾ ആ ഭഗവാനാകട്ടെ ദൂരെയെങ്ങുമല്ല, ദ്വാരകയിൽ തന്നെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് പാണ്ഡുപുത്രന്മാർക്ക് ഭാഗം കൊടുത്തു കൊള്ളുക, അല്ലെങ്കിൽ മഹത് ഭയം നേരിടും. ദ്വാരകാവാസിയായ ശ്രീകൃഷ്ണൻ കേവലം ഒരു മനുഷ്യനല്ല, സാക്ഷാൽ ഭഗവാനാണെന്ന് ബോധിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ബോധമില്ലാത്തവരെ ബോധിപ്പിക്കണം. അപ്പോൾ അടുത്ത ശ്ലോകം 13. സ ഏഷ ദോഷപുരുഷദ്വിടാസ്തേ പുരുഷദ്വിടാസ്തേ ഗൃഹാൻ പ്രവിഷ്ടോ യമപത്യമത്യ പുഷ്ണാസി കൃഷ്ണാത് വിമുഖോ ഗതശ്രീ ത്യജാശൈവം കുലകൗശലായാം. സ ഏഷ ദോഷഃ പുരുഷദ്വിടാസ്തേ ഗൃഹാൻ പ്രവിഷ്ടോ യമപത്യമത്യാ പുഷ്ണാസി കൃഷ്ണാത് വിമുഖോ ഗതശ്രീ ത്യജാശൈവം കുലകൗശലായ. ഈ ശ്ലോകത്തിൻ്റെ വാക്കുകളുടെ അർത്ഥം പറയാം. പരമപുരുഷനെ ദേഷിക്കുന്നവനും, ബെല്ലടിച്ചു, മണിയടിച്ചു അമ്പലത്തിൽ, ഡിങ് ഡിങ് ഡിങ്, അപ്പോഴാണ്, അല്ലെങ്കിൽ വേറെ വല്ലതും പറഞ്ഞൂടെ, ഈ പരമപുരുഷനെ ദേഷിക്കുന്നവന് മുക്തിയില്ല എന്നാണ് മണിയടിച്ച് പറഞ്ഞത്. അപ്പോൾ ഗൃഹങ്ങളെ പ്രവേശിച്ചവനുമായ ആ ഇവൻ ദോഷസ്വരൂപനായിട്ട് ഇരിക്കുന്നു. യാതൊരുത്തനെ പുത്രഭാവത്തോടുകൂടി വളർത്തുന്നു. ശീഘ്രം അമംഗളനായ അവനെ വംശഗുണത്തിനായി കൊണ്ട് ഉപേക്ഷിച്ചാലും നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മകനെ ദുര്യോധനനെ ഒഴിവാക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ കഷ്ടകാലം വരും. അതുകൊണ്ടാണ് പറഞ്ഞത് അമംഗളായവനെ വംശഗുണത്തിനായി കൊണ്ട് ഉപേക്ഷിച്ചാലും. വംശഗുണത്തിനായി കൊണ്ട്, അല്ലെങ്കിൽ വംശം നിങ്ങളുടെ പേരിലൊരാൾ ഇവിടെ ഉണ്ടാവില്ല. 17 അക്ഷൗഹിണിപ്പടയാണ് മരിക്കാൻ പോണത്. അപ്പോൾ വംശഗുണത്തിനായിക്കൊണ്ട് ഉപേക്ഷിച്ചാലും, അല്ലെങ്കിൽ കൃഷ്ണനിൽ നിന്ന് വിരോധം പ്രാപിച്ചവനും ശ്രീ നശിച്ചവനുമായിട്ട് ഭവിക്കും. നിങ്ങൾക്ക് കൃഷ്ണൻ സ്വന്തക്കാരനായി തീരില്ല, ശത്രുഭാഗത്താവും. പിന്നെ നിങ്ങളുടെ ഐശ്വര്യവും നിങ്ങളാരും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഒരു ഭാവാർത്ഥം പറയണം. പാണ്ഡുപുത്രന്മാർക്ക് ഭാഗം കൊടുക്കുവാൻ എന്നെ അനുവദിക്കാതിരിക്കുന്ന എൻ്റെ പുത്രനായ ദുര്യോധനൻ്റെ അനിഷ്ടത്തെ ഞാൻ എങ്ങനെ സമ്പാദിക്കും എന്ന് ധൃതരാഷ്ട്രർക്കുള്ള ചാഞ്ചല്യത്തെ നീക്കുവാനായിട്ട്. അപ്പോൾ മകനോട് മമത ഉണ്ടാവരുത് എന്നുള്ളതാണ് വസ്തുനിഷ്ഠമായിട്ടുള്ള ഉപദേശം. അത് ഉൾക്കൊള്ളാൻ സാധിച്ചില്ലെങ്കിൽ എന്തു ചെയ്യും? അപ്പോൾ നീക്കുവാനായിട്ട് വിതുരൻ പറയുന്നു, നരകത്തിൽ പതിപ്പിക്കാതെ പിതാവിനെ രക്ഷിപ്പാനുള്ള ധർമ്മവൃത്തി ഇല്ലാത്തവൻ അപത്യം. കുട്ടികളില്ലാതെ ഇരിക്കാൻ കുഴപ്പമില്ല, കുട്ടികളുണ്ടായിട്ട് പോക്കിരികളാണെങ്കിൽ മോശം. അതുകൊണ്ടാണ് പറഞ്ഞത് പിന്നെ അപത്യം എന്ന പദത്തിന് അർഹനല്ല. അങ്ങ് ധൃതരാഷ്ട്രൻ അപത്യൻ, പുത്രൻ എന്ന വിചാരത്തോടു കൂടെ ആരെ പരിപാലിക്കുന്നുവോ അങ്ങയുടെ മനസ്സിൽ പ്രേമമുള്ളവനും ഗൃഹത്തിൽ പുത്രരൂപേണ വസിക്കുന്നവനുമായ ഇവൻ പുത്രനല്ല. ശരീരത്തെ നശിപ്പിക്കുന്ന
ത്രിദോഷങ്ങളെന്ന പോലെ, അതായത് ശരീരത്തിലുള്ള ത്രിദോഷങ്ങൾ എന്താ? വാതം, പിത്തം, കഫം. അപ്പോൾ ചുമയ്ക്കുമ്പോൾ കഫം പോവും, അല്ലെങ്കിൽ തുപ്പും. എൻ്റെ ശരീരത്തിലുള്ളത് പോയി കൊണ്ടാരും സങ്കടപ്പെടാറില്ല. കാരണം എന്താ? ശരീരത്തിന് ആവശ്യമില്ലാത്തതാണ് പുറത്തു പോവുക, ആവശ്യമുള്ളത് പുറത്തു പോവില്ല. അപ്പോൾ ശരീരത്തെ നശിപ്പിക്കുന്ന ത്രിദോഷങ്ങളെന്ന പോലെ മൂർത്തിമത്തായ ദോഷമാണ് ഇവൻ. കുലത്തെ രക്ഷിപ്പാനായിട്ട് ഇവനിലുള്ള പുത്രഭാവത്തെ ദൂരെ കളയുക. എന്നാൽ നിങ്ങൾ രക്ഷപ്പെടും. ത്യജേത് ഏകം കുലസ്യാർത്ഥേ, ഒരുവനെ കളഞ്ഞിട്ടും കുലത്തെ രക്ഷിക്കണം എന്നാ. ഒരു മകനേ ഉള്ളൂ വിചാരിച്ചാൽ ആ മകനെ ത്യജിക്കാൻ സാധിക്കണം, എന്നാലും കുലം മുടിയാൻ പാടില്ല. അതുകൊണ്ട് ത്യജേതേകം കുലസ്യാർത്ഥേ, ഒരുവനെ കളഞ്ഞിട്ടും കുലത്തെ രക്ഷിക്കണം എന്നാണ് സജ്ജനാഭിപ്രായം. അതിനാൽ അമംഗളസ്വരൂപനായ ഇവനെ പുറത്താക്കുക. എന്നാൽ അലക്ഷ്മി നശിച്ചു. അലക്ഷ്മി എന്ന് പറഞ്ഞാൽ എന്താ? ലക്ഷ്മിക്ക് ഓപ്പോസിറ്റാണ് അലക്ഷ്മി. ദാരിദ്ര്യം നശിക്കും. അല്ലെങ്കിൽ അങ്ങയുടെ ശ്രീ നശിക്കും, അങ്ങയുടെ ഐശ്വര്യം നശിക്കും. കൃഷ്ണവിരോധം സമ്പാദിക്കും. അത് നന്നല്ല, കൃഷ്ണവിരോധം നന്നല്ല. ഈ പുത്രൻ ശ്രീകൃഷ്ണ കൽപ്പനയെ ധിക്കരിച്ചവനാകയാൽ ഈശ്വരദ്വേഷിയാണ്. ശ്രീകൃഷ്ണനെ ആക്സെപ്റ്റ് ചെയ്യാത്ത അങ്ങയുടെ മകൻ എന്താണെന്നാ പറഞ്ഞത്? ഈശ്വരദ്വേഷിയാണ് പറഞ്ഞു. അവിടെ നിർത്താം. കുറച്ച് ക്ഷീണുണ്ട്, എന്താ പറയുക, കൊട്ടുവായ വരുന്നു. നാളെ പറയാം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശസ്സുകൾ ഉണ്ടാവണം. പുറമേ പ്രാർത്ഥന ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ.